നമസ്കാരം. ഉപാസനയിലേക്ക് സ്വാഗതം. ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് നവരാത്രി കാലം. ഭാരതത്തിലാകമാനം പലതരത്തിലുള്ള ആചാര അനുഷ്ഠാന ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നവരാത്രി കാലഘട്ടം. 9 ദിവസങ്ങളിലായിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നത്. ആദിപരാശക്തിയായ ദേവി ദുർഗയുടെ 9 വിഭിന്നങ്ങളായ രൂപങ്ങളെയാണ് ഈ 9 ദിവസം, നവരാത്രി 9 ദിവസം നമ്മൾ പൂജിച്ച് ആരാധിക്കുന്നത്. ദേവിയുടെ ഈ 9 ഭാവങ്ങളും 9 ഫലശ്രുതികളുള്ള രൂപഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടേണ്ട, ആഘോഷിക്കപ്പെടേണ്ട, അനുഷ്ഠിക്കേണ്ട ഒരു അനുഷ്ഠാനമാണ് നവരാത്രി അനുഷ്ഠാനങ്ങൾ. ചെറിയ കുട്ടികൾ മുതൽ വലിയവരായ ആളുകൾക്ക് വരെ പല രീതിയിൽ ഈ നവരാത്രി കാലഘട്ടം ആചരിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൂടുതലും വിദ്യാരംഭമാണ് നവരാത്രി കാലഘട്ടം. ഗൃഹസ്ഥാശ്രമികളായ ആളുകൾക്ക് അവരുടെ കർമ്മത്തിന് ഉതകുന്ന ആയുധങ്ങൾ, പണിയായുധങ്ങൾ പൂജിച്ച് ദേവിയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് നവരാത്രി കാലഘട്ടം. ഭാരതത്തിലെ ഓരോ ദേശങ്ങളിലും പല വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും ആയുധപൂജയും വിദ്യാരംഭവുമാണ് നവരാത്രിയുടെ പ്രത്യേകത. ഈ അനുഷ്ഠാനങ്ങൾക്കൊക്കെയും പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നവരാത്രി 9 ദിവസവും എല്ലായിടത്തും ആചരിക്കുന്ന വിധത്തിലുള്ള പരിവർത്തനങ്ങൾ കണ്ടുവരുന്നുണ്ട്. നവരാത്രി 1-ാം ദിവസം ദേവി ആദിപരാശക്തിയുടെ ശൈലപുത്രി രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണി രൂപത്തെ ആരാധിക്കുന്നു. 3-ാമത്തെ ദിവസം ചന്ദ്രഘണ്ഡ, 4-ാമത്തെ ദിവസം കുഷ്മാണ്ഡ, 5-ാമത്തെ ദിവസം സ്കന്ദമാത, 6-ാമത്തെ ദിവസം കാർത്യായനി ദേവി, 7-ാമത്തെ ദിവസം കാലരാത്രി, 8-ാമത്തെ ദിവസം മഹാഗൗരി, 9-ാമത്തെ ദിവസം സിദ്ധിദാത്രി. ഇങ്ങനെ ആദിപരാശക്തി ദേവിയുടെ 9 ഭാവങ്ങൾ ഈ 9 ദിവസങ്ങളിലായി നമ്മൾ പൂജിച്ച് ആരാധിക്കുന്നു. ഈ 9 രൂപങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഫലശ്രുതികൾ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളെ ഉദ്ധരിച്ചാണ് ഈ 9 ദിവസവും നമ്മൾ പൂജ ചെയ്യുന്നത്. ഇതിൽ അവസാനത്തെ 3 ദിവസമായ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളാണ് വിദ്യാരംഭത്തിനു വേണ്ടി പ്രധാനമായും ഉള്ള അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. അഷ്ടമി ദിവസം കുട്ടികളെല്ലാവരും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പൂജാമുറികളിലോ പുസ്തകങ്ങൾ ഒരുക്കി വച്ച് ദേവി സരസ്വതിയെ പൂജിച്ച് മഹാനവമി ദിവസം പുസ്തകങ്ങളൊന്നും എടുക്കാതെ ദേവിക്ക് സമർപ്പിച്ച് വിജയദശമി ദിവസം പുസ്തകങ്ങളെല്ലാം എടുത്ത് ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളാണെങ്കിൽ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാരംഭം നടത്തുന്നു.
സാധാരണയായി കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണ്. കാരണം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടാത്ത ദിവസമാണ്. എന്നാൽ പഠിക്കണ്ട എന്നുള്ളതല്ല ഈ കാലഘട്ടത്തിൻ്റെ മഹത്വം. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ നേടിയ അറിവുകൾ ദേവിക്ക് സമർപ്പിച്ച് തങ്ങളിലേക്ക് തന്നെ ഉറ്റുനോക്കി തങ്ങൾ നേടിയ അറിവുകളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ് വിദ്യാരംഭ കാലഘട്ടം. എന്നാൽ ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 9 ദിവസവും ഉപാസനയോടുകൂടി ദേവിയെ ആരാധിച്ച് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം തനിക്ക് ഉപകാരപ്പെടുന്ന വിദ്യാധനം സ്വായത്തമാക്കാനുള്ള അവസ്ഥയിലേക്ക് തൻ്റെ മനസ്സിനെ ഒരുക്കുന്ന അതിബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയാണ് വിദ്യാരംഭം. അതുകൊണ്ട് തന്നെ ഓരോ ജീവിതത്തിലും, സനാതന ധർമ്മവിശ്വാസികളായ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഏറ്റവും മഹത്തരമാണ് നവരാത്രി കാലഘട്ടം. ചില സ്ഥലങ്ങളിൽ നവരാത്രി കാലഘട്ടത്തിൽ കുമാരി പൂജ നടത്തുന്നുണ്ട്. ഋതുമതികളാവാത്ത പെൺകുട്ടികളെ ദേവിയായി സങ്കല്പിച്ച് അവരുടെ പാദപൂജ ചെയ്യുന്ന ആചാര രീതിയാണ് കുമാരി പൂജ. നമ്മുടെ ധർമ്മം എന്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വളരെ നിഗൂഢമായ, വളരെ അർത്ഥവ്യാപ്തിയുള്ള ചില സന്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്ത്രീകൾ അബലകളാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ധർമ്മം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന മൂല്യം, സ്ഥാനം വളരെ വലുതാണ്. അതറിയാത്ത, അത് പഠിക്കാത്ത ആളുകളാണ് സ്ത്രീകൾ അബലകളാണെന്ന് പറഞ്ഞു നടക്കുന്നത്. അത് മനസ്സിലാക്കാത്ത സ്ത്രീകളാണ് സ്വശക്തി എന്തെന്നറിയാതെ അബലകളായി സ്വയം അധപതിക്കുന്നത്. എന്നാൽ കുമാരി പൂജ നടത്തുമ്പോൾ ചിലപ്പോൾ അത് നടത്തുന്നത് സഹോദരനായിരിക്കാം, അച്ഛനായിരിക്കാം. അപ്പൊ തൻ്റെ മകളുടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയുടെ പാദങ്ങളിൽ പൂജ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയെ ദേവിയായി സങ്കല്പിക്കുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ആശയപരമായ പരിവർത്തനം വളരെ വലുതാണ്. അവിടെ സ്ത്രീക്ക് പുരുഷനേക്കാൾ ഉന്നതിയായ ഒരു സ്ഥാനം കൊടുത്ത് പുരുഷൻ അവളെ ബഹുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം സനാതനധർമ്മം പറയുന്നത് സ്ത്രീ ശക്തിയാണ്, പുരുഷൻ കർമ്മകാരകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തി കർമ്മത്തിന് അനിവാര്യമായതുകൊണ്ട് തന്നെ പുരുഷൻ സ്ത്രീയെ ബഹുമാനിക്കണം എന്നുള്ള മഹത്തരമായ ആദർശം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ധർമ്മത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഓരോ ഭാരതീയരും. അത്തരത്തിലുള്ള ആശയങ്ങളെ, അത്തരത്തിലുള്ള സത്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആഘോഷ അനുഷ്ഠാന ആചരണങ്ങൾ നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത്. ചെറിയ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുമാരി പൂജയ്ക്ക് സന്നദ്ധരായി ശരീരശുദ്ധി ചെയ്ത് അവിടെ ഇരുന്ന് അവരെ ആദരിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ തങ്ങൾ ഒരു വലിയ തലത്തിലേക്ക് ഉയരുന്നതായിട്ടുള്ള ആത്മസാക്ഷാത്കാരം, അതുപോലെ തന്നെ അഭിമാനബോധം ഉണ്ടാകുന്നു. ഈ അഭിമാനബോധം അവർ നാളെ വളർന്ന് ഒരു യുവതിയായി പരിണമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭാര്യയാകുമ്പോൾ, ഒരു അമ്മയാകുമ്പോൾ തൻ്റെ മഹത്വം എന്തെന്ന് സ്വയം മനസ്സിലാക്കാനും തൻ്റെ കുടുംബത്തിനു വേണ്ടി
ആ മഹത്വപൂർണമായ പ്രവർത്തികൾ ഏർപ്പെട്ട് സ്വയം ഉള്ളവളാണെന്ന് ആത്മാഭിമാനത്തോടു കൂടി ചിന്തിക്കാനും ഉള്ള സാഹചര്യമാണ് ഈ കുമാരീ പൂജയിലൂടെ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്നത്. വളരെ മഹത്തായ ഈ ആശയങ്ങളെല്ലാം പലപ്പോഴും വിസ്മരിക്കുന്നു നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായത്. പക്ഷേ നമ്മുടെ ഗുരുജനങ്ങളുടെയും നല്ല കുടുംബങ്ങളുടെ അംഗങ്ങളുടെയും പ്രവർത്തന ഫലമായി ഈ ആദർശങ്ങളും ഈ ആശയങ്ങളും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നവരാത്രി കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആത്മശുദ്ധീകരണത്തിനും ഏറ്റവും ഉതകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അമ്മയായും മകളായും സഹോദരിയായും കൂട്ടുകാരിയായും എല്ലാം കാണുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ സ്ത്രീജനങ്ങളെയും ദേവിയായി കണ്ട് ആരാധിച്ച് പവിത്രമായ സ്ഥാനം അവർക്ക് കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ഓരോരുത്തരും എത്തിപ്പെടുന്ന ഒരു അതിസുന്ദരമായ ആദർശമാണ് അല്ലെങ്കിൽ അറിവാണ് വിദ്യാരംഭ കാലഘട്ടം അല്ലെങ്കിൽ നവരാത്രി കാലഘട്ടം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുന്നത്. ശാന്തസ്വരൂപിണിയായ ദേവി ആദിപരാശക്തി ഈ 9 ദിവസങ്ങളിൽ ശാന്തരൂപവും അതിരൗദ്രഭാവവും എല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭിന്നങ്ങളായ ഭാവങ്ങളെ ഉപാസിച്ച് ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള നിഷ്ഠകളിൽ ഏർപ്പെട്ട് ഈ നവരാത്രി കാലഘട്ടം വളരെയധികം ഭക്തി നിർഭരമാക്കിക്കൊണ്ട് തീർക്കുകയാണ്. നമുക്ക് ഏവർക്കും ദേവി ആദിപരാശക്തിയുടെ അനുഗ്രഹങ്ങൾ ഈ നവരാത്രി കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഉപാസന ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.